ഞാനൊരു വറുത്തരച്ച ചിക്കൻ കറി ആട്ടോ വയ്ക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 മുറി നാളികേരം, പിന്നെ ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളകും, പിന്നെ കുറച്ച് പെരുംജീരകവും കൂടി ഇടണം. പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലോണം വറുത്തെടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടി ഇട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ഗ്രേവി ടൈപ്പ് കറിയാട്ടോ. നല്ല ഗ്രേവി ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ വെച്ചാൽ ഇത്തിരി കൂടി ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പം ഒരു വെറൈറ്റി ടേസ്റ്റും ആണ് കേട്ടോ ഈ വറുത്തരച്ച ചിക്കൻ കറിക്ക്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കണ്ടേ. നല്ലോണം ബ്രൗൺ കളർ ആവണ വരെ വറുക്കണം കേട്ടോ. കരിഞ്ഞ് പോകാണ്ട് നോക്കണേ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. നല്ലോണം ബ്രൗൺ കളർ ആവണ വരെ വറുത്തുകൊണ്ടിരിക്കണം. കരിഞ്ഞ് പോകാൻ പാടില്ല. അപ്പം നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പൊടികളിടുന്നുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഇടണം കേട്ടോ, കുറച്ച് മതി. അപ്പം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുഴുമല്ലി ആണെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. പക്ഷെ പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് മുളക് പൊടി, എൻ്റെ കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് 4 സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ഒന്നുകൂടി ഒന്ന് പച്ചമണം മാറണ വരെ മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് അതും കൂടി നല്ലോണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് മൂപ്പിക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പം അതൊക്കെ കൂടിയിട്ട് നല്ലോണം മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കത് ചൂടാറിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണ്ടേ. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം, അല്ലെങ്കിൽ അരയില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇട്ട് നല്ലോണം വെണ്ണ പരുവത്തിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ചിക്കനിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റൊക്കെ അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് 2 സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ ഈ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ പരട്ടി വെച്ചേക്കണ ചിക്കൻ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചേക്കണ സവാള നല്ലോണം വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വേറെ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇടണ്ട, നമ്മൾ അരപ്പിൽ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അതിന് മൂപ്പിച്ചെടുക്കുക നല്ലോണം. സവാള നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. വേറെ പൊടികളൊന്നും ചേർക്കണ്ട കേട്ടോ. മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും മാത്രം ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരട്ടി വെച്ചേക്കണ ചിക്കനില്ലേ, അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അരച്ച മിക്സി കഴുകിയിട്ട് ആ ജാറിലെ വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം മതി. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ അതുകൂടി ഒഴിച്ച് നല്ലോണം അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നല്ലോണം മല്ലിയിലയും കൂടി ഇടുക. പിന്നെ കുറച്ച് ഗരം മസാലയും ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടാൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നാടൻ രീതിയിൽ നല്ല നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ചേർന്ന് പോകുന്ന കറിയാട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. അപ്പോൾ ബൈ.